ഇന്നത്തെ നമ്മുടെ വചന ധ്യാനത്തിനായിട്ട് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം പ്രാരംഭമായിട്ട് ഒന്ന് ഞാൻ വായിക്കുകയാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 19-ാം വാക്യം. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 5 ആൻഡ് വേഴ്സ് 19. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. ഇവിടെ ചെയ്യുന്ന ഒരു കാര്യത്തിന് സ്വർഗരാജ്യത്തിൽ അതിന്റെ ഇമ്പാക്ട് ഉണ്ടാകുമെന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. വാട്ട് യു ഡു ഹിയർ ഓൺ എർത്ത് വിൽ ഹാവ് എൻ ഇമ്പാക്ട് ഇൻ ഇറ്റേണിറ്റി. ഇവിടെ ചെയ്യുന്ന കാര്യത്തിന് നിത്യതയിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാകും. അങ്ങനെ പറയുന്ന പല വേദഭാഗങ്ങൾ ഞാൻ അമേരിക്കയിലായിരുന്നപ്പോൾ ദൈവവചനം ഇങ്ങനെ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ അങ്ങനെയുള്ള പല ഭാഗങ്ങൾ എൻ്റെ മനസ്സിൽ വരാനിടയായി. അതിനെക്കുറിച്ചാണ് നിങ്ങളോടൊന്ന് പറയണം എന്ന് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ ഭാഗമേ ഇന്ന് പറയാൻ സാധിക്കൂ. ദൈവം അനുവദിച്ചാൽ പിന്നീട് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നാം എങ്ങനെ ജീവിക്കുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ നിത്യത ഇരിക്കുന്നത്. ഇവിടെ നാം രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ നിത്യതയിൽ നാം സ്വർഗത്തിൽ പോകും, അതിന് സംശയമൊന്നുമില്ല. അപ്പോൾ സ്വർഗത്തിൽ പോകുന്ന കാര്യമല്ല, അവിടെ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം, നമുക്ക് ലഭിക്കുന്ന സ്ഥാനം, നമുക്ക് ലഭിക്കുന്ന ആദരവ്, അത് ഈ ലോകത്തിൽ നാം എന്ത് ചെയ്യുന്നു, എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ആ കാര്യം പറയുന്ന പല വേദഭാഗങ്ങൾ പുതിയ നിയമത്തിൽ എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി. അതിലൊരു വേദഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇവിടെ വചനത്തോട് കാണിക്കുന്ന മനോഭാവമാണ് സ്വർഗരാജ്യത്തിൽ നമ്മുടെ വലിപ്പവും ചെറുപ്പവും, അതായത് നമ്മുടെ സ്ഥാനം, ആദരവ് തീരുമാനിക്കുന്നത് എന്നാണ് കർത്താവ് പറഞ്ഞത്. ഇതുപോലുള്ള വേറെയും വാക്യങ്ങളുണ്ട്. തിമോത്തിയോസ് ലേഖനത്തിൽ ഭാവിയിൽ പണത്തോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ഭാവിയിൽ നാം ഈ ലോകത്തിൽ പണത്തോട് എന്ത് മനോഭാവം പുലർത്തുന്നു അതിന് ഭാവിയിൽ ഇമ്പാക്ട് ഉണ്ടാകുമെന്ന് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിലും അത് പറഞ്ഞിട്ടുണ്ട്. നിത്യകൂടാരങ്ങളിൽ ചേർത്തുകൊള്ളുന്ന കാര്യം ഇവിടുത്തെ എല്ലാം നശിച്ച ശേഷം നിത്യകൂടാരങ്ങളിൽ ചേർത്തുകൊള്ളാനിടയാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലയിടങ്ങളിൽ ഇവിടെ എന്ത് ചെയ്യുന്നുവോ അതനുസരിച്ചാണ് അവിടെയും അതിന്റെ പ്രതിഫലനം ഉണ്ടാകാനായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള പല ഭാഗങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. അത് ചിന്തിക്കുന്നത് ഈ ലോകത്തിൽ സൂക്ഷ്മതയോടും ശ്രദ്ധയോടും കൂടെ ജീവിപ്പാൻ നമുക്ക് സഹായകരമാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ ഭാഗങ്ങളെ കുറിച്ച് ചില കാര്യങ്ങൾ പറയണം എന്ന് വിചാരിച്ചത്. അതിൽ ഒരു ഭാഗം മാത്രമേ ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഞാൻ എടുക്കുന്നുള്ളൂ. വരുംകാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം ഇടുക, അതാണ് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ ഞാൻ ഉദ്ദേശിച്ച പ്രയോഗം. 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, വരുംകാലത്തേക്ക്, ഫോർ ദ ടൈം ടു കം. ആ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നില്ല. എന്നാൽ വരുംകാലം, നിത്യകൂടാരങ്ങൾ, സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ആദരവ്, അതെല്ലാം ഇന്ന് നാം ഇവിടെ എന്ത് ചെയ്യുന്നു, എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് എന്ന് പുതിയ നിയമത്തിൽ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അത് പറയുന്നതിന് മുമ്പ് അതിന്റെ ഗൗരവം മനസ്സിലാക്കാനായിട്ട് 2-3 ഉദാഹരണങ്ങൾ ഞാൻ പറയുക. നിത്യത എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, നമ്മൾ ഈ ലോകത്തിൽ കുറച്ചു നാളേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഈ ലോകത്തിൽ നമ്മളെല്ലാവരും പോകും, എന്നും കർത്താവിനോടുകൂടി ആയിരിക്കും. നാം നിത്യതയിൽ ആ സമയം ചെലവഴിക്കാൻ പോകുകയാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ നിത്യത എന്ന് പറഞ്ഞാൽ അന്തമില്ലാത്ത കാലമാണ് എന്നൊരു ധാരണ നമുക്കുണ്ട്. എന്നാൽ അത് എത്ര വലുതാണ്, എത്ര ദൈർഘ്യമേറിയതാണ് എന്ന് പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാറില്ല. വില്യം മാക്ഡൊണാൾഡിന്റെ തിങ്ക് ഓഫ് യുവർ ഫ്യൂച്ചർ, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക എന്നൊരു ചെറിയൊരു പുസ്തകമുണ്ട്. എല്ലാവരും വായിക്കേണ്ട പുസ്തകമാണ്. നിത്യതയ്ക്ക് വേണ്ടി കരുതുക, ഭാവിക്ക് വേണ്ടി ചിന്തിക്കുക, അതാണ് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം. അതിൽ നിത്യത എന്താണ്, കാലം എന്താണ്? കാലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജീവിക്കുന്ന സമയം, നിത്യത എന്ന് പറഞ്ഞാൽ വരുവാനുള്ള സമയം, ടൈം ആൻഡ് ഇറ്റേണിറ്റി. ഇത് തമ്മിലുള്ള താരതമ്യം എന്താണ് എന്ന് കാണിക്കാൻ ചിലർ പറഞ്ഞിട്ടുള്ള 2-3 ഉദാഹരണങ്ങൾ ഒന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇതിനു മുമ്പ് ഇതിവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ഇന്ന് അത് കേൾക്കാത്ത ഒത്തിരി പുതിയ ആളുകൾ ഇവിടെ ഉള്ളതുകൊണ്ട് ഇന്ന് അതൊന്നോട് പറയുന്നത് നല്ലതാണ് എന്ന് ഞാൻ വിചാരിക്കുക. ഒരു ദ്വീപിൽ 100 മൈൽ നീളവും 100 മൈൽ വീതിയും 100 മൈൽ ഉയരവുമുള്ള ഒരു പാറയുണ്ട്. അപ്പൊ ഒന്ന് മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കുക. ആ പാറയ്ക്ക് 100 മൈൽ നീളമുണ്ട്, 100 മൈൽ വീതിയുണ്ട്, 100 മൈൽ ഉയരമുണ്ട്. അപ്പൊ എത്ര വലിയ പാറയാ!
1000 വർഷത്തിലൊരിക്കൽ ഒരു പക്ഷി എവിടെ നിന്നോ പറന്നു വന്ന് അതിന്റെ ചുണ്ട് ഈ കൂർപ്പിക്കാനായിട്ട് ഈ പാറയിൽ ഒരയ്ക്കും. എന്നിട്ട് ഈ പക്ഷി പോകും. ഇനി ഈ പക്ഷി വരുന്ന 1000 വർഷം കഴിഞ്ഞാൽ 1000 വർഷത്തിൽ ഒരിക്കൽ ഒരു ദിവസം ഈ പക്ഷി വന്ന് അതിന്റെ ചുണ്ട് പാറയിൽ ഒരച്ച് കൂർപ്പിക്കും. അങ്ങനെ ഈ പക്ഷി വന്ന് 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 ഈ പാറ തേഞ്ഞുപോയി. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ? 1000 വർഷത്തിൽ ഒരിക്കൽ പക്ഷി വന്ന് ചുണ്ട് കൂർപ്പിച്ച് ഈ പാറ തേഞ്ഞുപോയി. അപ്പോൾ നിത്യതയിലെ ഒരു ദിവസം കഴിഞ്ഞു. അപ്പൊ അത് നിത്യതയാണെന്നല്ല, അപ്പോ നിത്യതയിലെ ഒരു ദിവസം കഴിഞ്ഞു. വല്ലോ മനസ്സിലായോ? മനസ്സിലായില്ല. ഇത് മനസ്സിലാകുകയില്ലെന്ന് പറയാനാ ഈ ഉദാഹരണം പറയുന്നത്. നമുക്കൊന്നും പിടുത്തം കിട്ടുന്നില്ല അല്ലെ? ഒരു പിടുത്തവും കിട്ടുന്നില്ല. അതാണ് നിത്യതയിലെ ഒരു ദിവസം. അപ്പോ ഹൗ ലോങ് ഈസ് ഇറ്റേണിറ്റി, ഹൗ വാസ്റ്റ് ഈസ് ഇറ്റേണിറ്റി എന്ന് കാണിക്കാൻ ആരോ പറഞ്ഞിരിക്കുന്ന ഒരു ഉദാഹരണമാണ്. നാം മറ്റൊരു ഉദാഹരണം, ഒരു കടൽക്കരയിൽ, കൊച്ചിയിലോ ആലപ്പുഴയിലോ മറ്റെവിടെയെങ്കിലും ഒരു കടൽക്കരയിൽ നാം പോയാൽ ബീച്ചിൽ ഒത്തിരി മണൽത്തരികളുണ്ട്. കോടാനുകോടി മണൽത്തരികളാണ്. ആ മണൽത്തരിയിൽ നമ്മുടെ വിരലൊന്ന് ആ ബീച്ചിലെ മണൽത്തിട്ടയിൽ ഒന്ന് മുക്കി ഒരു മണൽത്തരിയായിട്ട് എടുക്കാൻ ഒക്കുകയല്ല. കാരണം കൈ മുക്കിയാൽ 100 കണക്കിന് മണൽത്തരി കൈ വരും. എന്നാ ഇനി ഒരു മണൽത്തരി എടുക്കാൻ പറ്റിയെന്ന് വിചാരിക്കുക. മുക്കി ഒരു മണൽത്തരി എടുത്തു. അപ്പൊ എന്റെ കയ്യിൽ ഒരു മണൽത്തരി ഉണ്ട്. ഈ ബീച്ച് മുഴുവൻ മണൽത്തരികൾ, കോടാനുകോടി മണൽത്തരികളുണ്ട്. എന്റെ കയ്യിലുള്ള ഈ മണൽത്തരിയാണ് കാലം, ടൈം, നാം ജീവിക്കുന്ന ഈ ദൈർഘ്യം. കടൽക്കരയിൽ കിടക്കുന്ന മണൽത്തരിയാണ് നിത്യത. അപ്പൊ അത് തമ്മിലുള്ള കമ്പാരിസൺ ചിന്തിച്ചു നോക്കിക്കേ. ദ സ്പെക്ക് ഓഫ് സാൻഡ് ഓൺ മൈ ഹാൻഡ് ഈസ് ടൈം ആൻഡ് ദ വാസ്റ്റ് ഓഷൻ ഓഫ് സാൻഡ് ഓൺ ദ ബീച്ച് ഈസ് ഇറ്റേണിറ്റി. ഇതാണ് ഇത് തമ്മിലുള്ള താരതമ്യം. നമുക്ക് താരതമ്യം ചെയ്യാൻ തന്നെ മനസ്സിൽ തന്നെ നമ്മുടെ ഇമാജിനേഷനിൽ തന്നെ അത് ഒക്കുന്നില്ല. അത്രയ്ക്ക് വലുതാണ് നിത്യത എന്ന് പറയാനായിട്ട് പറയുന്ന ഉദാഹരണമാണ്. മറ്റൊരു ഉദാഹരണം, നമ്മൾ ഒരു കടലിൽ ഒരു ചെറിയ വഞ്ചിയിൽ യാത്ര ചെയ്യുകയാണെന്ന് വിചാരിക്കുക. കര കാണാ കടൽ, സമുദ്രം, നമ്മുടെ ചുറ്റും വെള്ളമാണ്, വഞ്ചിക്ക് ചുറ്റും വെള്ളമാണ്. നമ്മുടെ കയ്യിൽ ഒരു ചെറിയ ടീസ്പൂൺ ഉണ്ട് എന്നിരിക്കട്ടെ. ആ ടീസ്പൂൺ കടലിലേക്ക് മുക്കി ഒരു ടീസ്പൂൺ വെള്ളം, ഒരു കരണ്ടി വെള്ളം നമ്മൾ ആ സ്പൂണിൽ എടുക്കുക. അപ്പോ എൻ്റെ ഇരിക്കുന്ന ഈ കരണ്ടിയിൽ സ്പൂണിൽ വെള്ളമുണ്ട്, കടലിൽ ചുറ്റും വെള്ളമുണ്ട്. ഈ സ്പൂണിലുള്ള വെള്ളമാണ് കാലം, കടലിൽ മുഴുവൻ കിടക്കുന്ന വെള്ളമാണ് നിത്യത. അപ്പൊ കാലവും നിത്യതയും തമ്മിലുള്ള കമ്പാരിസൺ അതാണ്. ദ ടീസ്പൂൺ ഫുൾ ഓഫ് വാട്ടർ ഇൻ മൈ ഹാൻഡ് ഈസ് ടൈം ആൻഡ് ദ വാസ്റ്റ് ഓഷൻ ആൻഡ് ദ വാട്ടർ ദേർ ഈസ് ഇറ്റേണിറ്റി. അപ്പോ എന്താണ് കാലം? നാം ജീവിക്കുന്ന ഇത്രയും വർഷം, കുഞ്ഞു സാറ് 90-ലധികം വർഷം ജീവിച്ചു, ദീർഘകാലം ജീവിച്ചു എന്ന് പറയാം നമ്മുടെ ഭാഷയിൽ. പക്ഷേ നിത്യതയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ കാലം എന്ന് പറയുന്നത് എത്രയോ ചെറുതാ. ഇത്രയേ ഉള്ളൂ. നിത്യത എന്ന് പറയുന്നത് മണൽത്തരി മുഴുവൻ, സമുദ്രം മുഴുവനാണ്. നാം ഈ കാലത്തിൽ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് നമ്മുടെ നിത്യതയെ, വരുംകാലത്തെ, അന്തമില്ലാത്ത കാലത്തെ, അവിടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന മാന്യത അല്ലെങ്കിൽ ആദരവ്, റിവാർഡ്, അതിനെ ബാധിക്കും എന്നുള്ളതാണ് തിരുവഴുത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. ആ റിവാർഡ് പലതും സഹസ്രാബ്ദ വാഴ്ചയിൽ ആണ് നാം അതിന്റെ അനുഭവിക്കാൻ പോകുന്നതെന്നൊക്കെയാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. എന്തെങ്കിലും ആകട്ടെ, ഇത് തമ്മിൽ വളരെ വലിയ ബന്ധം ഉണ്ട്. നമ്മളൊരു കാര്യം ഓർക്കുക, നാം ഈ രാവിലെ എഴുന്നേൽക്കുന്നതും അധ്വാനിക്കുന്നതും ഓടുന്നതും കഷ്ടപ്പെടുന്നതും ഫോൺ വിളിക്കുന്നതും കച്ചവടം ചെയ്യുന്നതും വിദേശത്ത് പോകുന്നതും പണം ഉണ്ടാക്കുന്നതും വീട് പണിയുന്നതും കാറ് മേടിക്കുന്നതും തോട്ടം മേടിക്കുന്നതും ഇതെല്ലാം ഒരു സ്പൂൺ വെള്ളത്തിന് വേണ്ടി. ഒരു സ്പൂൺ വെള്ളത്തിന് വേണ്ടിയാണ് ഈ പരക്കം പാച്ചിലും അധ്വാനവും മുഴുവൻ. കടൽ മുഴുവൻ വെള്ളം വേറെ കിടക്കുക. അതിനു വേണ്ടി നാം എന്ത് ചെയ്തു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? What are we doing for the vast eternity? All that we do every day, most of it, is only for 1 teaspoonful of water. What are we going to do for the vast ocean? Water in the vast ocean. ഈ വലിയ കടൽപ്പരപ്പിലെ വെള്ളത്തിന് വേണ്ടി നാം എന്താണ് ചെയ്യുന്നത്, ശ്രദ്ധിക്കുന്നത്? നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഇവിടെ കർത്താവ് ന്യായപ്രമാണം, നമുക്ക് പൊതുവിൽ അത് ദൈവവചനം എന്നെടുക്കാം. ന്യായപ്രമാണത്തെ കുറിച്ച് കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിലൊന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്താൽ
ചെയ്താൽ നിത്യതയിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാകും. പിന്നെ അതിന്റെ മറുവശം, ഈ ഈ കൽപ്പനകളെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. എന്താ ഇവിടെ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആത്മീക പാഠം, അവർ പൊസിഷൻ in the kingdom is determined by our obedience and faithfulness to the word of God while on earth. നിത്യതയിൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന പ്രതിഫലം, മാനം, ആദരവ്, സ്ഥാനം ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവവചനത്തോട് കാണിക്കുന്ന വിശ്വസ്തത, അതിനോട് കാണിക്കുന്ന അനുസരണത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നാം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല. എൻട്രൻസ് ഇൻ ടു ദ കിങ്ഡം ഈസ് ഓൺലി ബൈ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമാണ് നാം അവിടെ പ്രവേശിക്കുന്നത്. അത് ശരിയാ. എന്നാൽ അവിടെ നാം എങ്ങനെ ആയിരിക്കുമെന്ന് തീരുമാനിക്കുന്നത് നാം ഈ ലോകത്തിൽ എന്തുമാത്രം വിശ്വസ്തതയും അനുസരണവും ദൈവവചനത്തോട് പാലിച്ചു എന്നുള്ളത് അനുസരിച്ചാണ്. Level of honor and degree, our reward depends on our obedience to the word of God now. നമുക്ക് ലഭിക്കുന്ന ആദരവ്, സ്ഥാനം, ബഹുമാനം, പ്രതിഫലം ഇത് നാം ഇന്ന് ദൈവവചനത്തോട് കാണിക്കുന്ന അനുസരണത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം, അവർ ആറ്റിറ്റ്യൂഡ് ടു ദ വേർഡ് ഓഫ് ഗോഡ് has eternal consequences. ദൈവവചനത്തോട് ഇന്ന് നാം പുലർത്തുന്ന മനോഭാവത്തിന് നിത്യമായ അനന്തരഫലങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ദൈവവചനം എല്ലാം അനുസരിച്ച് ജീവിക്കാൻ നാം ബന്ധപ്പെട്ടാൽ അതിന്റെ ഗുണവും നന്മയും നമുക്ക് വരുവാനുള്ള ലോകത്തിൽ ലഭിക്കും. ഈ വചനത്തെ നിസ്സാരമായി നാം ഗണിച്ചാൽ, വചനത്തിലെ കൽപ്പനകളെ അനുസരിക്കാതിരുന്നാൽ അതിൻ്റെതായ ദോഷങ്ങൾ അല്ലെങ്കിൽ പ്രതിഫലക്കുറവ്, മാനക്കുറവ് നമുക്ക് നിത്യതയിൽ ഉണ്ടാകും. അതുകൊണ്ട് നാം എന്ത് ചെയ്യണമെന്നാണ് ഈ ചിന്ത നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. നാം ചെയ്യേണ്ടത് ദൈവവചനത്തിലെ സകല കൽപ്പനകളും അനുസരിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. നമുക്കറിയാം, രക്ഷിക്കപ്പെടുമ്പോൾ മുതൽ ദൈവവചനം വായിക്കുന്നവരാണ് നമ്മളെല്ലാവരും. വേദപുസ്തകം വായിക്കാത്ത ആരും ഇവിടെ ഇല്ല. വ്യക്തിപരമായ ജീവിതത്തിലും വേദപുസ്തകം വായിക്കുന്നവരാണ്. A.W. ടോസർ പറഞ്ഞിട്ടുണ്ട്. ടോസർ വലിയ എഴുത്തുകാരനാണ്, നിങ്ങൾ പലർക്കും അറിയാം. ടോസർ പറഞ്ഞിട്ടുണ്ട്, നാം റോഡിൽ കൂടെ പോകുമ്പോൾ അനേക സൈൻ പോസ്റ്റ് നമ്മൾ കാണും. സ്പീഡ് കുറച്ച് പോകണം, ഇവിടെ ടേണിംഗ് ഉണ്ട്, മലയുണ്ട്, കയറ്റമുണ്ട്, അങ്ങനെയൊക്കെയുള്ള റോഡ് പോസ്റ്റുകൾ. അത് വായിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, അതനുസരിച്ച് വണ്ടി ഓടിച്ചാലേ ഗുണമുള്ളൂ എന്ന് ടോസർ പറഞ്ഞിട്ടുണ്ട്. അതായത്, if you just read the signpost and not obey it, that is not going to help you. എല്ലാ സൈൻ പോസ്റ്റും ഡ്രൈവർ വായിച്ചു, പക്ഷേ അതനുസരിച്ച് വണ്ടി ഓടിക്കുന്നില്ലെങ്കിൽ ആ വായിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനവും ലഭിക്കുകയില്ല. ഒരു ഭക്തനായ ഒരു മനുഷ്യൻ ഒരിക്കൽ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞു, ഈ ലോകത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ദൈവവചനത്തിൽ എന്തുമാത്രം കൽപ്പനകളുണ്ടോ അതെല്ലാം അനുസരിച്ചിട്ട് ഈ ലോകത്തിൽ നിന്ന് പോകണമെന്നാണ് എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം. വേദപുസ്തകത്തിൽ എന്തെല്ലാം കൽപ്പന ദൈവം തന്നിട്ടുണ്ടോ അത് മുഴുവനും അനുസരിച്ചിട്ട് വേണം എനിക്ക് ഈ ലോകത്തിൽ നിന്ന് പോകാൻ. അതാണ് എന്റെ താല്പര്യമെന്ന് ഒരു ഭക്തനായ മനുഷ്യൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ താല്പര്യവും പ്രാർത്ഥനയും അതായിരിക്കണം. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവവചനത്തിൽ എന്തെല്ലാം കൽപ്പനകൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അനുസരിച്ച് പൂർത്തീകരിച്ചിട്ട് വേണം ഈ ലോകത്തിൽ നിന്ന് നാം പോകുവാൻ. നമ്മൾ സാധാരണ വേദപുസ്തകത്തിലെ കൽപ്പന അനുസരിക്കുക എന്ന് പറയുന്നത് രണ്ടെണ്ണത്തിന്റെ കാര്യമാണ്, എല്ലാവർക്കും അറിയാതെ അല്ലെ. കൽപ്പന അനുസരിച്ചെന്ന് പറഞ്ഞ ഏതാ? സ്നാനപ്പെടുക, പിന്നെ അപ്പം മുറിക്കുക. അതാണ് കൽപ്പന. അത് രണ്ട് കൽപ്പനയാണ്, അത് വളരെ പ്രാധാന്യമുള്ളതാണ്, അത് അനുസരിക്കേണ്ടതാണ്. എന്നാൽ വേദപുസ്തകത്തിലെ കൽപ്പന എന്ന് പറയുന്നത് അത് രണ്ടെണ്ണം മാത്രമല്ല. തിരുവെഴുത്തിൽ ധാരാളം കൽപ്പനകളുണ്ട്, അതെല്ലാം അനുസരിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. ദൈവം ഇസ്രായേലിനോട് അനേക കൽപ്പനകൾ കൊടുത്ത് അവരോട് സംസാരിക്കുമ്പോൾ അവരോട് പറഞ്ഞ ഒരു കാര്യം ഒന്ന് നമ്മുടെ ശ്രദ്ധയിൽ കൽപ്പനയോടുള്ള ബന്ധത്തിൽ കൊണ്ടുവരുന്നത് നല്ലതാണ്. നമുക്ക് 2-3 വാക്യങ്ങളൊന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 1-ാമത്തെ അധ്യായം, 1-ാമത്തെ അധ്യായം തന്നെ. ആവർത്തന പുസ്തകം 1-ാം അധ്യായം വാക്യങ്ങൾ കിട്ടുന്നവരൊന്ന് വായിച്ചാൽ നല്ലതാണ്. ആവർത്തന പുസ്തകത്തിലാണല്ലോ ദൈവം
ഇസ്രയേലിന് പല കൽപ്പനകൾ കൊടുക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നത് ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. മറ്റൊരു വാക്യം നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 28:20 ആദ്യം വായിക്കാം. പുതിയ നിയമത്തിലെ വാക്യം ആദ്യം വായിക്കാം. മത്തായി 28:20 നമ്മുടെ കർത്താവ് പറഞ്ഞ ഒരു വാക്യമാണ്, നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ട ഒരു വാക്യമാണ്. അതൊന്ന് വായിക്കാം. മാത്യു 28:20 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം. അവിടെ കർത്താവിന്റെ കൽപ്പനകളെ കുറിച്ച് കർത്താവ് പറഞ്ഞ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത്, അടുത്ത വാക്യം എന്താ? കൽപ്പിച്ചത് ഒക്കെയും. ഇംഗ്ലീഷിൽ നിങ്ങൾ വായിച്ചാൽ all that I have commanded. അപ്പോ എന്തൊക്കെ അനുസരിക്കണമെന്നാ തിരുവെഴുത്ത് പറയുന്നത്? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും അനുസരിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും അനുസരിക്കണം. ഇനി ആവർത്തന പുസ്തകത്തിൽ ദൈവം തന്റെ ജനത്തോട് പറയുന്ന പല വാക്യങ്ങളുണ്ട്. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് വരിക. 4-ാം അധ്യായം അതിന്റെ 40-ാമത്തെ വാക്യം. 4:40 4:40. ദൈവം ഇസ്രായേലിനോട് പറയാണ്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന അവന്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിക്ക. 5-ാം അധ്യായം 16-ാം വാക്യം. 5:16 വാക്യം. വേറെ ഇഷ്ടംപോലെ വാക്യമുണ്ട്, എല്ലാം വായിക്കാൻ സമയം എടുക്കുന്നില്ല. ആവർത്തനം 6:3 നിങ്ങൾ നോക്കിയാൽ, ആകയാൽ ഇസ്രായേലേ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് നീ കേട്ട് ജാഗ്രതയോടെ അനുസരിച്ച് നടക്കുക. ഇനി 6:18 വാക്യത്തിൽ നിനക്ക് നന്നായിരിക്കേണ്ടതിന്, അതിന്റെ താഴോട്ട് നിങ്ങൾ വായിച്ച് വരുമ്പോൾ അതിന്റെ 17-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ജാഗ്രതയോടെ ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കണം നിനക്ക് നന്നായിരിക്കേണ്ടതിന്. മുമ്പേ ഞാൻ കാണിക്കാൻ ആഗ്രഹിച്ച വാക്യം 6-ാം അധ്യായത്തിലാണ്. ആവർത്തനം 6:1 വാക്യത്തിൽ അതിന്റെ ഒടുവിലത്തെ ഭാഗം നോക്കുക. എല്ലാ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിപ്പാൻ തക്കവണ്ണം. എല്ലാ ചട്ടങ്ങളും കൽപ്പനകളും. ഇനി അതിന്റെ 24-ാമത്തെ വാക്യം. 6:24 വാക്യം. എല്ലാ ചട്ടങ്ങളും ആദരിപ്പാനും യഹോവ നമ്മോട് കൽപ്പിച്ചു. 25 നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം അവന്റെ മുമ്പാകെ ഈ സകല കൽപ്പനകളും ആദരിപ്പാൻ തക്കവണ്ണം. അപ്പോൾ ദൈവം ഇസ്രായേലിനോട് പറഞ്ഞപ്പോൾ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു, സകല കൽപ്പനകളും ആദരിക്കണം, എല്ലാ കൽപ്പനകളും ആദരിക്കണം. ഒബേ ഓൾ മൈ കമാൻഡ്സ്. മത്തായി 28 കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ അതേ കാര്യം തന്നെ പറഞ്ഞു. എല്ലാ കൽപ്പനകളും സൗകര്യമുള്ള അനുസരിക്കാനല്ല, എളുപ്പമുള്ള അനുസരിക്കാനല്ല, തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കൽപ്പനകളും അനുസരിക്കാൻ തന്നിട്ടുള്ളതാണ്. അനുസരിക്കണമെന്ന് ആവർത്തന പുസ്തകത്തിൽ വേറെയും ധാരാളം വാക്യം ഞാൻ തന്നെ നോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ഇപ്പോൾ നമ്മൾ വായിക്കുന്നില്ലെന്നേ ഉള്ളൂ. 2-3 നമ്മൾ വായിച്ചു. അവിടെ എല്ലാം അനുസരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം, നമ്മൾ അതോടൊപ്പം എല്ലാ കൽപ്പനകളും അനുസരിക്കണം. 2, ഈ കൽപ്പനകൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നൽകിയിരിക്കുന്നതെന്ന് ദൈവം അനേക വട്ടം പറഞ്ഞിട്ടുണ്ട്. All the commandments are given to us for our well-being. ഇംഗ്ലീഷിൽ നിങ്ങൾ ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ that it may go well with you, that it may go well with you, that it may go well with you. മലയാളത്തിൽ നിനക്ക് നന്നായിരിക്കേണ്ടതിന്. അവിടെ പറഞ്ഞിരിക്കുന്ന ആ പ്രയോഗം നിനക്ക് നന്നായിരിക്കേണ്ടതിന്. 4:40 ആ പ്രയോഗമുണ്ട്, നമ്മൾ നേരത്തെ വായിച്ചല്ലോ. 4:40 നിങ്ങൾ ശ്രദ്ധിച്ചോ? അവിടെ പറഞ്ഞിരിക്കുന്നത് എന്തിനാ കൽപ്പന അനുസരിക്കുന്നത്? നിനക്കും നിന്റെ മക്കൾക്കും നന്നായിരിക്കേണ്ടതിന്. 5:16 യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് നന്നായിരിക്കാൻ. 6:3 ഇസ്രായേല് നിനക്ക് നന്നായിരിക്കേണ്ടതിന്. 6:18 അതേ കാര്യം തന്നെ പറയാണ്, നിനക്ക് നന്നായിരിക്കേണ്ടതിന്. 12-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം, 12-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം, 19-13 വാക്യം, 22-7 വാക്യം. ഈ വാക്യങ്ങളെല്ലാം ഒരു കാര്യം പറയാ, റിപ്പീറ്റഡ് ആയിട്ട്. എന്താ? കൽപ്പനയുടെ കാര്യം പറയുമ്പോൾ ദൈവം പറയാണ്, that it may go well with you. Obey these commandments that it will go well with you. നിനക്ക് നന്നായിരിക്കേണ്ടതിന് നീ ഇതനുസരിക്കണം. നമ്മള് ശരിയായിട്ട് ഹൃദയത്തിൽ പതിയേണ്ട ഒരു സത്യമാണത്. ദൈവവചനത്തിൽ തന്നിരിക്കുന്ന ഈ കൽപ്പനകൾ
നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്നതാണ്. ഇത് ശരിയായിട്ട് മനസ്സിലാക്കാമെങ്കിൽ അതെല്ലാം അനുസരിക്കാൻ നമുക്ക് കുറച്ചുകൂടെ താല്പര്യം വരും. പലപ്പോഴും ദൈവവചനത്തിലെ കൽപ്പനകളെ ഭാരമായിട്ടാണ് നമ്മൾ എണ്ണുന്നത്. ഇതെല്ലാം അനുസരിക്കണമല്ലോ, എന്തോരം കാര്യം അനുസരിക്കാൻ, അത് ചെയ്യണം, ഇത് ചെയ്യരുത്, എന്തെല്ലാമാ പറഞ്ഞിരിക്കുന്നത്. അതൊരു ബന്ധപ്പാടായിട്ട്, ഭാരമായിട്ടാ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് കൽപ്പനകൾ അനുസരിക്കാൻ നമുക്ക് വിമുഖതയാണ്, റിലക്റ്റൻസാ. എന്നാൽ ഈ കൽപ്പന എന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് ശരിയായി ചിന്തിച്ചാൽ ആ കൽപ്പന അനുസരിക്കാൻ നമുക്ക് ഉത്സാഹം കാണും. നമുക്കറിയാം, നമ്മൾ നമ്മുടെ മക്കളോട്, സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേരോട് കളിച്ചത് മതി, 6 മണിയായി, ഇനി എഴുന്നേറ്റ് വന്നിരുന്ന് പഠിക്ക് എന്ന് പറയുമ്പോൾ പിള്ളേർക്ക് ഇഷ്ടമാണോ അത്? പിള്ളേർക്ക് 8 മണി വരെ കളിക്കുന്ന ഇഷ്ടം. അപ്പൊ അവര് വിചാരിക്കുന്നത്, എന്തിനാ ഈ പപ്പയും മമ്മി ഇങ്ങനെ പറയുന്നത്? വേറെ ഞങ്ങളുടെ കൂട്ടുകാർ പിള്ളേരൊക്കെ രാത്രി 10 മണി വരെ കളിക്കുന്നുണ്ട്, ഞങ്ങളോട് എന്തിനാ ഇത് പറയുന്നത്? ഇത് പിള്ളേരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നതെന്ന് പിള്ളേർക്ക് അപ്പൊ ചിന്തിക്കാനൊക്കത്തില്ല. ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാനാണ് ഈ പപ്പയും മമ്മി ഇത് പറയുന്നതെന്നാണ് പിള്ളേരുടെ വിചാരം. പക്ഷെ ബുദ്ധിമുട്ടിക്കാനാണോ അത് പറയുന്നത്? അവര് പഠിച്ചു മിടുക്കരാകാൻ, അവരുടെ ഭാവി നന്നാകാനായിട്ടാണ് മാതാപിതാക്കൾ പറയുന്നത്. പക്ഷെ കുട്ടികൾ ചിന്തിക്കുന്നത് ഞങ്ങളെ ബന്ധപ്പെടുത്താൻ പറയുകയാണ്. നമ്മുടെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. ദൈവം തന്നിരിക്കുന്ന അനേക കൽപ്പനകൾ, ദൈവം തന്നിരിക്കുന്ന അനേക കാര്യങ്ങൾ നമ്മുടെ നന്മയ്ക്കായിട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പലപ്പോഴും നാം ചിന്തിക്കുന്നില്ല. നമ്മെ ബന്ധപ്പെടുത്താൻ അല്ലെങ്കിൽ നമ്മെ ബുദ്ധിമുട്ടിക്കാൻ വലിയ ഭാരം നമ്മുടെ മേൽ വെക്കുകയാണ് എന്നാണ് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത്. നമ്മുടെ തിരുവഴുത്തിൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, ആകുലപ്പെടരുത് എന്ന് അനേക വട്ടം പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ആകുലപ്പെട്ടാൽ എന്താ കുഴപ്പം? ആകുലപ്പെട്ടാൽ കുടല് മുതൽ കുഴപ്പമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാമല്ലോ, അല്ലെ? കുടലിൽ അൾസർ വരുന്നത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും ഇങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. കുടലിൽ അൾസർ വരുന്നത് പലപ്പോഴും ആങ്സൈറ്റി കൊണ്ടാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, വൈദ്യശാസ്ത്രം പറയുന്നതാണ്. ഹാർട്ടിന്റെ ഏതെങ്കിലും ഇഷ്യൂവിന് ഡോക്ടറെ അടുത്ത് പോയാൽ ഡോക്ടർ ആദ്യം ചോദിക്കുന്നത് ടെൻഷൻ വല്ലതും ഉണ്ടോ, എന്തെങ്കിലും മനപ്രയാസം ഉണ്ടോ? എന്താ ഈ മനപ്രയാസവും ഹാർട്ടുമായിട്ട് ബന്ധമുണ്ടോ? ഉണ്ട്. അതുകൊണ്ട് ആ മനപ്രയാസപ്പെടരുതെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. ഇനി സ്കിൻ ഡിസീസ് നിങ്ങൾക്കറിയാമായിരിക്കും. ആകുലപ്പെട്ടാൽ ചിലരുടെ സ്കിൻ ഡിസീസ് ഉള്ളവർക്ക് അത് ഭയങ്കരമായിട്ട് കൂടും. അത് വരാതിരിക്കാനാണ് ആകുലപ്പെടരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോ തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്ന അനേക കൽപ്പനകൾ നമ്മുടെ ആരോഗ്യത്തിനും നന്മയ്ക്കും ഗുണത്തിനും വേണ്ടി ദൈവം പറഞ്ഞിരിക്കുന്നതാ. പലപ്പോഴും നമ്മൾ അതിനെ അങ്ങനെ കാണുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് നന്നായിരിക്കേണ്ടതിനാണ് എല്ലാ കൽപ്പനകളും അനുസരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അട്ടെ, നമ്മുടെ വിഷയം നിത്യതയെ ഇതെങ്ങനെ ബാധിക്കുമെന്നുള്ളതാണല്ലോ. അതിനു മുമ്പ് ഒരു 2 കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. നമുക്ക് നിത്യതയിൽ മാത്രമല്ല ഈ ലോകത്തിലും നന്നായിരിക്കേണ്ടതിന് ഇത് ആവശ്യമാണ്. ഈ ലോകത്തിലും നമുക്ക് നന്നായിരിക്കേണ്ടതിന് കൽപ്പനകൾ പ്രമാണിക്കേണ്ടത് ആവശ്യമാണ്. ഇനി അടുത്തൊരു പടി, നമുക്ക് മാത്രമല്ല നമ്മുടെ നാളുകൾക്ക്, അതായത് നമ്മുടെ മക്കൾക്ക്, ഫോർ അവർ പോസ്റ്ററിറ്റി, നമ്മുടെ തലമുറകൾക്ക് നന്നായിരിക്കേണ്ടതിനും വചനമനുസരിക്കണം. നമുക്കതും ഒന്ന് വായിച്ചു നോക്കാം. അപ്പോ നമുക്ക് നന്നായിരിക്കാൻ എന്ന് പറഞ്ഞു. ഇനി നമ്മുടെ തലമുറകൾക്ക് നന്നായിരിക്കാൻ 4:40 ആവർത്തനത്തിൽ നമ്മൾ വായിച്ചല്ലോ. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യത്തിൽ അത് പറയുന്നുണ്ട്, നിനക്കും നിന്റെ മക്കൾക്കും നന്നായിരിക്കേണ്ടതിന്. മക്കൾ എന്ന് പറയുന്നത് നാളെ ഉള്ളവരാണ്, അല്ലെ? അവരിപ്പോ ചെറുതാണ്, വളർന്ന് അവര് നാളെയാണ് ജീവിക്കാൻ പോകുന്നത്. അപ്പോ നമ്മുടെ പ്രസന്റ് ടെൻസിൽ മാത്രമല്ല, നമ്മുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഭാവി അടുത്ത തലമുറയ്ക്കും നാം ദൈവവചനം അനുസരിക്കുന്നത് വളരെ ഗുണകരമാണെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇത് എത്രയിടത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാവോ? മക്കൾക്ക് നല്ലതായിരിക്കും. നീ ദൈവവചനം അനുസരിച്ചാൽ നിന്റെ മക്കൾക്കും നന്നായിരിക്കും. 12-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം നോക്കി. ആവർത്തനം തന്നെ 12-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം, യഹോവയ്ക്ക് ഹിതമായുള്ള ചെയ്തിട്ട് നിനക്കും മക്കൾക്കും നന്നായിരിക്കേണ്ടതിന്. യഹോവയ്ക്ക് ഹിതമായുള്ളത് ചെയ്യുന്നത് എന്തിനാ? ദൈവത്തിന് പ്രസാദകരമായ, ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് ജീവിക്കുന്നത് എന്തിനാ? നമ്മുടെ ഗുണത്തിനാണ്. മാത്രമല്ല നമ്മുടെ മക്കളുടെയും ഗുണത്തിനാണ്. നമ്മുടെ നിങ്ങൾക്കും നിനക്കും നിന്റെ മക്കൾക്കും നന്നായിരിക്കേണ്ടതിന്. ഇനി 28-ാം വാക്യം, അവിടെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ ഹിതവും ഉത്തമവുമായുള്ള ചെയ്തിട്ട് നിനക്കും മക്കൾക്കും നന്നായിരിക്കേണ്ടതിന് ഈ സകല വചനങ്ങളും കേട്ട് പ്രമാണിക്കാം. അപ്പൊ ഒരു കാര്യം വ്യക്തമാണ്. 1, എല്ലാ കൽപ്പനകളും അനുസരിക്കണം. 2, കൽപ്പനകൾ അനുസരിക്കുന്നത് നമ്മുടെ തന്നെ ഗുണത്തിന് വേണ്ടിയാണ്. ഈ ലോകത്തിൽ നാം ഇന്ന് ജീവിക്കുമ്പോൾ നമുക്ക് ഗുണം വരാനാണ് കൽപ്പനകൾ അനുസരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. 3, നമുക്ക് ഇന്ന് ഗുണം വരിക എന്ന് മാത്രമല്ല, നാളെ നമ്മുടെ മക്കൾക്കും ഗുണം വരുവാൻ
നാം ദൈവവചനത്തെ അനുസരിച്ച് ജീവിക്കണം. ഞാൻ വളരെ ഗൗരവമായൊരു കാര്യം നിങ്ങളോട് പറയാം. എന്താണെന്നറിയാമോ? നമ്മുടെ മക്കളോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ദ്രോഹം എന്താണെന്നറിയാമോ? മക്കൾക്ക് വേണ്ടി ബാങ്കിൽ കാശ് ഇടാതിരിക്കുക, അത് ഏറ്റവും വലിയ ദ്രോഹം. അങ്ങനെ പലരും വിചാരിച്ചിരിക്കുന്നു. മക്കൾക്ക് വേണ്ടി കാശ് കൂട്ടി വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ദ്രോഹം എന്നാണ്. അത് ദ്രോഹമൊന്നുമല്ല. ഒക്കെങ്കിൽ കുറച്ച് ഇട്ടോ, അത് വലിയ ദ്രോഹമല്ല. ഞാൻ ദൈവവഴിയിൽ നടക്കാതിരിക്കുന്നതാണ്, ഞാനും എൻ്റെ ഭാര്യയും അല്ലെങ്കിൽ എൻ്റെ കുടുംബം ദൈവവഴിയിൽ നടക്കാതിരിക്കുന്നതാണ് എൻ്റെ തലമുറയോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം. അതൊരു ക്രൈമാണ്, കുറ്റകൃത്യമാണ്. ഞാൻ ദൈവവഴിയിൽ ദൈവഹിതപ്രകാരം നടക്കാതിരിക്കുന്നതാണ് എൻ്റെ തലമുറയോട് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ദ്രോഹം. എനിക്ക് ദോഷമാണെന്ന് മാത്രമല്ല, ഞാൻ ദൈവവഴിയിൽ നടക്കാതിരിക്കുന്നത് എൻ്റെ തലമുറയ്ക്കും ദോഷകരമായി തീരാം. ഇനി അതിന് മറുവശം ചിന്തിച്ച്, നാം ദൈവവഴിയിൽ നടക്കുന്നതാണ് നമ്മുടെ മക്കൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മ. കാശും പണമൊക്കെ എല്ലാവരുടെയും കൈ കാണുകയില്ല. ചിലരൊക്കെ പക്കക്ക് കൊണ്ടേക്കോ ചിലതൊക്കെ സ്വരൂപിച്ചൊക്കെ വെക്കും. എല്ലാവരെയും കൊണ്ട് സഹായിച്ചെന്ന് വരികയില്ല. ചിലർക്കത് ഒത്തിരി ഒന്നും സാധിക്കുകയില്ല. അതല്ല പ്രധാനം. ഒരു പൈസ പോലും മക്കളുടെ പേരിൽ ബാങ്കിൽ ഇടാൻ ഒത്തില്ലെങ്കിലും ദൈവഭക്തിയായി നീ ജീവിച്ചാൽ നിനക്ക് മക്കൾക്ക് നന്മയുണ്ടാകുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മുടെ തന്നെ പിതാക്കന്മാരുടെ കാര്യം എടുക്കുക. നമ്മളൊക്കെ ഇന്ന് നന്നായിരിക്കുന്നത് പല നിലയിലും, ആത്മീയമായും മാനസികമായും ഭൗതികമായും ഒക്കെ നമ്മൾ പലരും നന്നായിരിക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾക്ക് കാശില്ലായിരുന്നു, പഠിപ്പില്ലായിരുന്നു, വീടില്ലായിരുന്നു, കാറില്ലായിരുന്നു, ഇതൊന്നുമില്ലായിരുന്നെങ്കിലും അവര് ദൈവഭക്തിയിൽ ജീവിച്ചതാണ് നാം ഇന്ന് ഇത്രയും നന്മ അനുഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. നമുക്കും നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവഭക്തിയായി ജീവിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ കൽപ്പനകളും അനുസരിക്കണം. പിന്നെ അത് ഈ ലോക ജീവിതത്തിൽ നമുക്ക് സഹായകരമാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് അത് നമ്മുടെ തലമുറകൾക്ക്, ഭാവി തലമുറകൾക്കും അനുഗ്രഹമാണ്. ഒന്ന് രണ്ട് വാക്യങ്ങൾ കൂടെ നമ്മുടെ ധൈര്യത്തിന് വേണ്ടി ഒന്ന് വായിക്കാം. സദൃശവാക്യം 14:26 വാക്യം. സദൃശവാക്യം 14:26 ആരെങ്കിലും ഒന്ന് വായിക്കാമോ? Proverbs 14:26. 14:26. യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്. അടുത്ത വാചകം, അവന്റെ മക്കൾക്ക് ശരണമുണ്ടാകും. നീ യഹോവ ഭക്തനായിരുന്നാൽ നിന്റെ മക്കൾക്ക് ശരണമുണ്ടാകും. എത്രയോ ഡയറക്റ്റ് ആയിട്ടുള്ള, നേരിട്ടുള്ളൊരു വാക്യമാണ്. യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്. One who fears God, he has great confidence, and his children will have refuge. അവന്റെ മക്കൾക്ക് ശരണം ഉണ്ടാകും. 37-ാം സങ്കീർത്തനം 25-ഉം 26-ഉം വാക്യങ്ങൾ നമുക്ക് അറിയാവുന്ന വാക്യമാണ്. ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരമിരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. നീതിമാനായിരിക്കുന്നവന്റെ സന്തതി ആഹാരമിരക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ബാലനായിരുന്നു, ഇപ്പൊ വൃദ്ധനായി. തിരിഞ്ഞു നോക്കുമ്പോ ഒരു കാര്യം പറയാൻ പറ്റും: നീതിമാന്റെ സന്തതി ആഹാരമിരക്കുന്നത്, കൈവിടപ്പെട്ടു പോകുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നാം ഒരു കാര്യം ഓർക്കണം. Our actions do not end in themselves. They vibrate into our tomorrows and they vibrate into eternity. നമ്മുടെ പ്രവൃത്തികൾ അത് അതിൽ തന്നെ അവസാനിക്കുന്നില്ല, അത് നാളെയിലേക്ക് വ്യാപരിക്കുന്നു. മാത്രമല്ല, അതായത് അടുത്ത തലമുറയിലേക്ക്, നിത്യതയിലേക്കും വ്യാപരിക്കും. എത്രയോ വലിയ ഒരു സത്യമാണത്. നിത്യതയിലേക്ക് അത് വ്യാപരിക്കുന്നു. ഇനി ദൈവവചനം അനുസരിക്കുന്നതുകൊണ്ട് നമുക്ക് ഗുണം, നമ്മുടെ മക്കൾക്ക് ഗുണം. പിന്നെ നിത്യതയിൽ നമ്മൾ മത്തായിയിൽ വായിച്ച പോലെ നമ്മുടെ സ്ഥാനം, മാനം അത് ഉന്നതമായിരിക്കാനായിട്ട് ഇടയായിത്തീരും. വചനത്തെക്കുറിച്ച് കൂടുതൽ വെളിച്ചം നമുക്ക് ലഭിക്കണമെങ്കിൽ, അതായത് ആത്മീയമായ കൂടുതൽ വെളിച്ചം നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം നാം അനുസരിച്ച് ജീവിക്കണം. എനിക്ക് ഇന്ന് ദൈവം മനസ്സിലാക്കി തന്നിരിക്കുന്ന സത്യങ്ങൾ ഞാൻ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ സത്യങ്ങൾ മനസ്സിലാകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവ് യഹൂദന്മാരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമുണ്ട്. അത് നാം ഒന്ന് ഓർത്തിരിക്കുന്നത് വളരെ നല്ലതാണ്. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 7, യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം, അതിന്റെ 17-ാം വാക്യത്തിൽ കർത്താവ് യഹൂദന്മാരോട് പറയാണ്, അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ
ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നത് എന്ന് അറിയും. കർത്താവ് പറയാണ്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഞാനായിട്ട് ചുമ്മാ പറയുന്നതാണോ അതോ ദൈവത്തിന്റെ ഉപദേശമാണോ എന്ന് തിയോളജി പഠിച്ചവരെല്ലാരും മനസ്സിലാക്കും. അങ്ങനെയാണ് പറഞ്ഞത്. അല്ല, ബൈബിൾ കോളേജിൽ പോയിച്ചെങ്കിലും പഠിച്ചവർക്കെല്ലാം ഇത് മനസ്സിലാകും. അങ്ങനെയാണ് പറഞ്ഞത്. അല്ല, ആർക്കാ ഇത് മനസ്സിലാകുന്നത്? എന്റെ ഉപദേശം ആർക്കാ മനസ്സിലാകുന്നത്? എന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ, those who are willing to do my will, they will know whether this doctrine is from myself or from God. അപ്പോ ദൈവീക സത്യങ്ങൾ ഗ്രഹിക്കുന്നത് ആർക്കാ? നല്ലതായിട്ട് ഇംഗ്ലീഷും ഗ്രീക്കും ഒക്കെ പഠിച്ചവർക്ക് ദൈവിക സത്യങ്ങൾ ഗ്രഹിക്കാം. അങ്ങനല്ല, അതൊക്കെ പഠിക്കുന്നത് നല്ലതാ. പക്ഷേ ഉള്ളിൽ വെളിച്ചം ഉദിക്കുന്നത്, ആത്മീയ വെളിച്ചം നമ്മുടെ ഉള്ളിൽ ഉദിക്കുന്നത്, നമ്മുടെ പല പിതാക്കന്മാരുടെയും കാര്യം നമുക്കറിയാം. ഇംഗ്ലീഷ് അറിയാൻ പാടില്ലായിരുന്നു, ഗ്രീക്ക് അറിയാൻ പാടില്ലായിരുന്നു. പക്ഷെ അവരുടെ ഉള്ളിൽ എന്തുമാത്രം ആത്മീയ സത്യങ്ങൾ വെളിച്ചമായി ഉദിച്ചു. എങ്ങനെ ഉദിച്ചു? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ അവർ ബന്ധപ്പെട്ടത് കൊണ്ട്. അപ്പോൾ നാം ഒരു കാര്യം ഓർക്കണം, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ നാം ബന്ധപ്പെട്ടാൽ ദൈവീക സത്യങ്ങൾ നമുക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ എന്ത് പറ്റും? അല്ലെങ്കിൽ ദൈവീക സത്യം നമുക്ക് മനസ്സിലാകത്തില്ല. 8-ാം അധ്യായത്തിന്റെ 43 നോക്കിയേ. ജോൺ 8:43 കർത്താവ് സംസാരിച്ചപ്പോ യഹൂദന്മാരോട് പറഞ്ഞ കാര്യമാണ്, എന്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്ത്? വൈ ഈസ് ഇറ്റ് ദാറ്റ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മൈ സ്പീച്ച്? എന്റെ പ്രസംഗം എന്താ നിങ്ങൾക്ക് മനസ്സിലാകാത്തത്? യഹൂദന്മാരോട് ചോദിക്കുക. അതിന്റെ കാരണം പറഞ്ഞു കേട്ടോ. എന്താ? എന്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സില്ലായതുകൊണ്ട് അത്രേ. That is because you are not willing to listen to my word. കേൾപ്പാൻ മനസ്സെന്ന് പറഞ്ഞാൽ അനുസരിപ്പാൻ മനസ്സ്. എന്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്ത്? നിങ്ങൾക്ക് ബൈബിൾ കോളേജിൽ പോകാത്തതുകൊണ്ടാ, തിയോളജി അറിയാൻ പാടില്ലാത്തതുകൊണ്ടാ എന്നല്ല പറഞ്ഞത്. എന്താ എന്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തത്? എന്റെ വചനം കേൾക്കുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. നമ്മളൊരു വലിയ സത്യം അവിടുന്ന് മനസ്സിലാക്കുക. നമ്മളെല്ലാം പ്രസംഗം കേൾക്കുന്നവരാ, അല്ലെ? ടേപ്പ് കേൾക്കും, പ്രസംഗം കേൾക്കും, TV കേൾക്കും, സഭയെ കേൾക്കും. ഇത് കേൾക്കുമ്പോ അനുസരിക്കാൻ മനസ്സുള്ള ഹൃദയമുള്ളവർക്ക് ദൈവശബ്ദം കേൾക്കാൻ പറ്റും. അനുസരിക്കാനും കീഴ്പ്പെടാനും മനസ്സില്ലാത്തവര് പ്രസംഗം കേൾക്കും, പക്ഷെ ദൈവശബ്ദം കേൾക്കുകയല്ല. ഇത് തമ്മിൽ വലിയ വ്യത്യാസമാണ്. ഇരിക്കുന്ന മൈക്കിൽ കൂടെ പറയുന്നതുകൊണ്ട് എല്ലാവർക്കും കേൾക്കാം. പിന്നെ മലയാളത്തിൽ ഇപ്പൊ നമ്മുടെ ഭാഷ പറയുന്നതുകൊണ്ട് ഇരിക്കുന്ന എല്ലാവർക്കും കേൾക്കാം, എല്ലാവർക്കും മനസ്സിലാകും. പക്ഷേ ചിലരുടെ ഉള്ളില് അത് വെളിച്ചമായിട്ട് ഉദിക്കുകയുള്ളൂ. അത് ആരുടെ ഉള്ളില്ല? നല്ലതായിട്ട് പഠിച്ച് ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള എല്ലാവർക്കും അങ്ങനല്ല. ഗ്രാജുവേറ്റ്സിന് മനസ്സിലാകുമെന്നല്ല. എന്റെ ഭാഷണം ആർക്കാ മനസ്സിലാകുന്ന അറിയാമോ? എന്റെ വചനം കേട്ട് അനുസരിപ്പാൻ മനസ്സുള്ളവർക്ക്. പ്രിയപ്പെട്ടവരെ, അനുസരിക്കാനുള്ളൊരു ഹൃദയവും വിനയമുള്ള ഹൃദയം നമുക്കുണ്ടെങ്കിലേ ദൈവവചനം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും അത് ഹൃദയത്തിൽ വെളിച്ചമായി വ്യാപരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പറയുന്ന വാചകം മുഴുവൻ മനസ്സിലാകും, ഭാഷ മനസ്സിലാകും, ഭാഷാ ശൈലി മനസ്സിലാകും, പക്ഷേ പ്രസംഗകനെ കേൾക്കും, ദൈവത്തെ കേൾക്കയില്ല. They will hear the preacher, but they will not hear God. പ്രസംഗത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു അപകടം അതാണ്. 100 പേര് പ്രസംഗം കേൾക്കുന്നെങ്കിൽ 100 പേരും പ്രസംഗനെ കേൾക്കുന്നുണ്ട്. പക്ഷെ അതില് 10 പേര് ദൈവത്തെ കേൾക്കുന്നുള്ളൂ, ദൈവം സംസാരിക്കുന്നത് കേൾക്കുന്നുള്ളൂ. എന്തുകൊണ്ടാ? കർത്താവ് എന്ത് പറഞ്ഞാലും അതനുസരിച്ച് എന്റെ ജീവിതത്തെ ക്രമീകരിക്കാൻ എനിക്ക് മനസ്സുണ്ട്, അതിനുള്ള കൃപ തരണമേ എന്നുള്ള മനോഭാവത്തോടു കൂടി ഇരിക്കുന്നവർക്കാണ് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോ ഒബീഡിയൻസ് ടു ദ വേർഡ് ബ്രിങ്സ് മോർ സ്പിരിച്വൽ ലൈറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഇൻ അവർ ലൈഫ്സ്. അപ്പൊ ദൈവത്തിനും അനുസരിക്കുന്നതോടുള്ള നന്മകൾ നമ്മൾ പറഞ്ഞല്ലോ. 1, ഈ ലോകത്തിൽ നമുക്കിപ്പോ ഗുണം വരും. 2, നമ്മുടെ തലമുറയ്ക്ക് ഗുണം വരും. 3, നിത്യതയിൽ നമുക്ക് അതുകൊണ്ട് മാനം ലഭിക്കും. 4, ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ ആത്മീയ വെളിച്ചം ലഭിക്കും. പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ട അനേക വർഷമായിട്ടും വേണ്ടത്ര ആത്മീയം ലഭിക്കാതെ മുരടിച്ച അവസ്ഥയിൽ കഴിയുന്ന വിശ്വാസികൾ അങ്ങനെ ഇരിക്കാനുള്ള ഒരു കാരണം എന്താ? കാരണം എന്നറിയാമോ? മനസ്സിലായ കാര്യങ്ങളോട് അവർ അനുസരണം കാണിച്ചിട്ടില്ല. നമ്മള് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഹെരോദ രാജാവിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. നിങ്ങൾ പിന്നെ സമയമുള്ളപ്പോൾ വായിച്ചോ. ലൂക്കോസ് 9:9 ഹെരോദാവ് യേശുവിനെ വളരെ കാണാൻ ആഗ്രഹിക്കുകയും അവന്റെ അത്ഭുത പ്രവൃത്തികൾ ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്ത ഒരാളാണ്. കാണാൻ
എങ്ങനെയെങ്കിലും യേശുവിനെ ഒന്ന് കണ്ടാൽ നല്ലതായിരുന്നു. അവനിങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നു, അത്ഭുതം ചെയ്യുന്നു എന്ന് കേട്ടിട്ടുണ്ട്. കാണാൻ ഒരു ചാൻസ് കിട്ടിയാൽ നല്ലതായിരുന്നു വിചാരിച്ച ഹെരോദാവ് ഇരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശുവിനെ മുമ്പിൽ കൊണ്ടുവന്നത്. അപ്പോ യേശു വല്ല അത്ഭുതവും ചെയ്യും, അടയാളം ചെയ്യും എന്നൊക്കെ വിചാരിച്ച ഹെരോദാവ് ഇരിക്കുക. ഹെരോദാവ് പല കാര്യങ്ങൾ ചോദിച്ചു. നിങ്ങൾ വായിച്ചു നോക്കണം. യേശു ഒരു ഉത്തരവും പറഞ്ഞില്ല, ഒരക്ഷരവും വേണ്ടി. അങ്ങനെയാണോ വേണ്ടി? ആണോ? ദൈവത്തിന്റെ വചനം കേൾക്കാനും അത്ഭുതം കാണാനും ആഗ്രഹിക്കുന്ന ഒരാളുടെ അടുത്ത് ചെല്ലുമ്പോൾ ധാരാളം അത്ഭുതം കാണിച്ചു കൊടുക്കുകയല്ലേ വേണ്ടത്? എന്താ യേശു മിണ്ടാതിരുന്നത്? അതിന്റെ കാരണം പ്രോബബ്ലി ഇതായിരിക്കാം. ഇതിനു മുമ്പ് യേശുവിന്റെ ഒരു പ്രവാചകൻ അല്ലെങ്കിൽ മുന്നോടി യോഹന്നാൻ സ്നാപകൻ അവനോടൊരു കാര്യം പറഞ്ഞാൽ എന്താ അവനോട് പറഞ്ഞേ? നിന്റെ ഈ പോക്ക് ശരിയല്ല, വല്ലോന്റെയും ഭാര്യയെ നീ വെച്ചോണ്ടിരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോ അവന്റെ തല താലത്തിൽ വെട്ടി എടുത്തു. അങ്ങനെയുള്ള ഒരാളോട് ഇനി ഒരു കാര്യവും എനിക്ക് പറയാനില്ല. നിനക്ക് ലഭിച്ച വെളിച്ചത്തെ നീ പാടെ നിഷേധിച്ചു എന്ന് മാത്രമല്ല, ആ പറഞ്ഞയാളുടെ തല നീ വെട്ടിച്ചു. ഐ ഹാവ് നത്തിങ് മോർ ടു ടെൽ. നിന്നോട് ഇനി ഒരക്ഷരവും എനിക്ക് പറയാനില്ല. പറയാനുള്ളത് നീ കേട്ടപ്പോ അനുസരിച്ചില്ല, അതുകൊണ്ട് കൂടുതൽ ഒരു കാര്യവും നിന്നോട് ഞാൻ പറയുന്നില്ല. യേശു ഹെരോദാവിനോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. എന്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കട്ടെ. ജോൺ മക്കാർതറിന്റെ സ്റ്റഡി ബൈബിളിൽ ഈ കാര്യത്തെക്കുറിച്ച്, അതായത് ദൈവവചനം നിത്യതയിൽ അതിന്റെ പ്രതിഫലനം എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാചകം വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഡിറ്റർമിനിങ് റാങ്ക് ഇൻ ദ കിങ്ഡം ഓഫ് ഹെവൻ ഈസ് എൻറ്റയർലി ഗോഡ്സ് പ്രെറോഗേറ്റീവ്. നിത്യതയിൽ നമുക്ക് ഉള്ള ബഹുമതി എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ദൈവത്തിന്റെ പ്രെറോഗേറ്റീവാണ്, ദൈവത്തിന്റെ തീരുമാനമാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഹി വിൽ ഹോൾഡ് ദോസ് ഇൻ ലോവസ്റ്റ് എസ്റ്റീം who hold his word in low esteem. ദൈവവചനത്തെ കുറഞ്ഞതായി കാണുന്നവരെ നിത്യതയിൽ ദൈവവും കുറഞ്ഞവരായി കാണും. He will hold those in lowest esteem who hold his word in low esteem. ജോൺ മക്കാർതറിന്റെ സ്റ്റഡി ബൈബിളിൽ അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വിശദീകരണമാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. നിത്യത വളരെ വലുതാണ്, കാലം വളരെ കുറച്ചേ ഉള്ളൂ. ഈ ചെറിയ കാലത്തിൽ നാം എങ്ങനെ ജീവിക്കുന്നു, ദൈവവചനത്തോടെ എന്ത് മനോഭാവം പുലർത്തുന്നു, കൽപ്പനകളെ എങ്ങനെ അനുസരിക്കുന്നു, അതനുസരിച്ചാണ് ഈ ലോകത്തിലെ നമ്മുടെ നന്മയിരിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ നന്മയിരിക്കുന്നത്, നിത്യതയിൽ നമ്മുടെ നന്മയിരിക്കുന്നത്. മാത്രമല്ല നമുക്ക് കൂടുതൽ ആത്മീയ വെളിച്ചം ലഭിക്കുന്നത് ദൈവവചനത്തോട് നാം എന്ത് വിശ്വസ്ത പുലർത്തുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വരുന്ന ദിവസങ്ങളിൽ ദൈവവചനത്തിലെ കൽപ്പനകൾ എല്ലാം അനുസരിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ പിൻപറ്റുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. ദൈവം നമ്മെ സഹായിക്കാം.